ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് വെള്ളപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ വെണ്ടക്ക മപ്പാസ് തയ്യാറാക്കാം. എന്ത് രുചിയാണെന്നറിയോ ഇതിന്? നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വെള്ളപ്പത്തിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും ഒപ്പം നമുക്കിത് കഴിക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം ചൂടായാൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 15ഓളം വെണ്ടക്ക, ഇത് പിഞ്ച് വെണ്ടക്കയാണ്, ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വെണ്ടക്ക താള് പോലെ കെടുക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകൊന്നിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പില ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും, ഒരു 8-10 വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്തതും നമുക്കിതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയും എല്ലാം മൂത്ത് നല്ല മണം വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സവാള മതി കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് വഴറ്റാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി ചേർത്ത് നന്നായിട്ട് നമുക്കൊരു 3 മിനിറ്റ് വേണം ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. അതിനായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം തുറന്നാൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. ഒരു തവി വെച്ച് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. കണ്ടോ, തവി വെച്ചിട്ട് നമുക്ക് ഉടക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കാം. നമ്മുടെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെണ്ടക്ക ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, മാറ്റിവെച്ച നമ്മുടെ വെണ്ടക്ക ഫ്രൈ ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. 2 സെക്കൻഡ് നേരം മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ, ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്കൊരു 2 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അരമുറി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തതിൻ്റെ 2ാം പാലാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ 2.5 കപ്പ് തേങ്ങാപ്പാലിലെ 1ാം പാൽ നമുക്ക് മാറ്റിവെച്ച് 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മീതേക്ക് ഈ 2ാം പാൽ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇട്ടതോടുകൂടി നമ്മുടെ ഈ 1ാം പാലും കൂടി നമുക്കിതിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, 1 കപ്പ് 1ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ രുചികരമായ ഒരു വെണ്ടക്ക മപ്പാസാണ്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിയൊക്കെ വേണ്ടേ, പത്തിരിക്കൊപ്പം വെള്ളപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് വളരെ രുചികരമായ ഒന്നാണിത്. ഇനി ഒന്ന് പതഞ്ഞ് വന്നാൽ മതി കേട്ടോ. നമ്മുടെ ഈ കറി ഒന്ന് പതഞ്ഞ് വന്നാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഒന്ന് കടുകിട്ട് താളിച്ചിട്ടാണ് വെച്ചതെങ്കിലും ലാസ്റ്റ് ആവുമ്പോൾ ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വട്ടം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം. കണ്ടില്ലേ, എന്നിട്ട് ഈ കറിയുടെ മീതേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ടിത് ഒരു 10 മിനിറ്റോളം അടച്ച് വെക്കാം. 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്താൽ മതി കേട്ടോ.
എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.